إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم فهم في غفلة معرضون. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരവും ജീവിതത്തിന്റെ സകല മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി മുഖലിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, അതിനായി അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരായ എനിക്കും നിങ്ങൾക്കും 4 വീടുകളിലാണ് കഴിയാനുള്ളത്. ഒന്ന്, ഉമ്മയുടെ ഗർഭപാത്രം, അതാണ് ഒന്നാമത്തെ വീട്. ആ വീട്ടിൽ നിന്ന് താമസം മതിയാക്കി രണ്ടാമത്തെ വീടാകുന്ന ദുനിയാവിലേക്ക് എത്തിയവരാണ് ഞാൻ നിങ്ങളുമൊക്കെ. രണ്ടാമത്തെ വീട്ടിൽ നിന്ന് മൂന്നാമത്തെ നമുക്കൊരു വീടുണ്ട്. അത് ദാറുൽ ബർസഖാണ്, അല്ലെങ്കിൽ ഖബറെന്ന വീടാണ്. ആ വീട് കഴിഞ്ഞ് നാലാമത് നമുക്കൊരു വീടുണ്ട്. അത് ഒന്നുകിൽ സ്വർഗമാകും അല്ലെങ്കിൽ നരകമാകും. ഇങ്ങനെ 4 വീടുകൾ കയറേണ്ടവരാണ് ഞാൻ നിങ്ങളുമൊക്കെ. രണ്ടാമത്തെ വീടാകുന്ന ദുനിയാവിലാണ് നമ്മളൊക്കെ ഉള്ളത്. ദുനിയാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണെന്നും അതിന് നിങ്ങൾ വലിയ വില കൊടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാരാകുന്ന സ്വഹാബത്തൊക്കെ
അല്ലാഹു പറഞ്ഞത് ഫലാ തൻതഖിരി സ്വബാഹ ഇദാ അംസൈത ഫലാ തൻതഖിരി സ്വബാഹ. വൈകുന്നേരമായാൽ പ്രഭാതത്തിനെയോ പ്രഭാതമായാൽ വൈകുന്നേരത്തെയോ നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, قال نام رسول الله صلى الله عليه وسلم في حسيري. നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഒരു പാറയിൽ കിടന്നുറങ്ങി. ഈത്തപ്പന മട്ടൽ കൊണ്ട് നെയ്തുണ്ടാക്കിയ ആ പാറയിൽ പ്രിയപ്പെട്ട പ്രവാചകൻ കിടന്നുറങ്ങി. ഫഖാമ, ഉറങ്ങിയതിന് ശേഷം പ്രിയപ്പെട്ട പ്രവാചകൻ എഴുന്നേറ്റു പാറയിൽ നിന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, വഖദ് അസ്റ ഫീ ജംബിഹി. ഇത് തങ്ങൾ ഉണർന്നു വന്നപ്പോൾ ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ശരീരത്തിൽ ആ പാറയുടെ വിവിധങ്ങളായ പാടുകൾ ഞങ്ങൾക്ക് കാണാൻ കഴിയും. വേദനയോടുകൂടെ പ്രിയപ്പെട്ട പ്രവാചകനോട് നിങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹി ഇത്തഖദ്നാ ലഖദ് റാഅ. പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങനെയൊക്കെ ഞങ്ങളൊരു കിടക്കയുണ്ടാക്കി തരട്ടെ. ഈ പാറയിൽ എന്തിനാണ് അങ്ങ് കിടന്നുറങ്ങുന്നത്? അങ്ങേക്ക് വേണമെങ്കിൽ ഞങ്ങളൊരു നല്ല മനുഷ്യമുള്ള ഒരു കിടക്ക ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഇത് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട പ്രവാചകന്റെ മറുപടി, മാലി വമാലി ദുനിയാ, മാലി വമാലി ദുനിയാ, ദുനിയാവും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ ദുനിയാവിലേക്ക് ആസ്വദിച്ച് കിടന്നിറങ്ങാനുള്ളതല്ല. എന്നിട്ട് പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഈ ദുനിയാവിൽ ഈ ദുനിയാവിൽ വെയിലുകൊള്ളുന്ന സമയത്ത് മരത്തണലിൽ വിശ്രമിക്കാനിരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ് ഞാൻ. താൽക്കാലികമായി ഒരു സുഖം, ഒരു തണൽ കിട്ടാൻ വേണ്ടി മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ഒരു യാത്രക്കാരൻ കാലാകാലം ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുകയില്ല. പിന്നീട് അവന്റെ വിശ്രമം കഴിഞ്ഞ് അത് ആ മരത്തിന്റെ തണൽ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ പോകേണ്ടവനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഭവത്തിലൂടെ പ്രിയപ്പെട്ട പ്രവാചകൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. ചത്ത ആട്ടിൻകുട്ടിയുടെ അത്രമാത്രം വിലയെ ഈ ദുനിയാവിലുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവാകുന്ന ഈ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ഏത് സമയവും യാത്ര പോകേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച സൂറത്തുൽ അംബിയായിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വിചാരണ ജനങ്ങൾക്ക് ഏറ്റവും സമീപസ്ഥനായിട്ടുണ്ട്, ഏറ്റവും അടുത്തിട്ടുണ്ട് അവരുടെ വിചാരണ. പക്ഷേ മനുഷ്യരെന്നും അശ്രദ്ധയിലാണ്. സത്യത്തിനെതിരെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുകയാണ് അവർ. സത്യത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞ് അശ്രദ്ധയിലാണ്. വിചാരണ ഏറ്റവും അടുത്താണെന്ന് ബോധ്യപ്പെട്ടിട്ടും മനുഷ്യർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ടാമത്തെ വീടാകുന്ന ദാറുൽ ബർസഖിലേക്ക് നമ്മുടെ മരണത്തോടുകൂടെ പ്രവേശിക്കാനുള്ള വീടാണ് ബർസഖ്. നമ്മുടെ ഉറ്റവരും ഉടയവരും പലരും ആ ദാറുൽ ബർസഖിലാണുള്ളത്. ഇന്ന് മരിച്ചവർ, ഇന്നലെ മരിച്ചവർ എത്രയും പെട്ടെന്നാണ് അവർ പ്രതീക്ഷിക്കാത്ത തന്നെ, ഒരിക്കലും ആഗ്രഹിക്കാത്ത വിധം ആ രണ്ടാമത്തെ വീട്ടിലേക്ക് അവരെ നിങ്ങളുമൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ആ ദാറുൽ ബർസഖിലേക്ക് പോകേണ്ടവരാണ് എന്ന കൃത്യമായ ബോധത്തോടുകൂടെയാകണം ഞാൻ നിങ്ങളും ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മുടെ പുറകെ വരുന്നുണ്ട്, പുറകെയുണ്ട് ബർസഖുൻ, ഒരു മറയുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ബർസഖിന്റെ പദാർത്ഥം മറ എന്നതാണ്. ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുകയും ചെയ്തു, എന്നാൽ പരലോകത്തേക്ക് എത്തിയിട്ടുമില്ല.
ദുനിയാവിന്റെയും പരലോകത്തിന്റെയും ഇടയിലുള്ള ഒരു ഇടച്ചാവളമാണ് ഇലാ യൗമി യുബഅസൂന. അന്ത്യദിനം വരെയും അവസാന വിചാരണ ദിവസം വരെയും ആ ബർസഖിന്റെ വീട്ടിലാണ്, ആ മറക്കുള്ളിലാണ് നീ ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടോ. അൽഹാഖുമുത് തകാസുർ, മനുഷ്യർ അശ്രദ്ധയിലാണ്, അവരുടെ അഹങ്കാരം അവരെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, പക്ഷേ അവരുടെ അഹങ്കാരവും അവരുടെ അസൂയയും അവരുടെ പൊങ്ങച്ചവും ഒക്കെ ഖബറെന്ന വീട്ടിനെ സമീപിക്കുന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതുവരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയാനകരമായ ആ ബർസഖിലേക്ക് പോകേണ്ടവരാണ്, ഖബറാകുന്ന വീട്ടിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ പോയി കിടക്കേണ്ടവരാണ് ഞാനെന്ന ആ ഒരു ചിന്തയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവർത്തിക്കുകയും ആ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാഹുവിന്റെ റസൂൽ തന്നെയും വഹുവ യതഅവ്വദു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സമയത്തും അഭയം തേടുമായിരുന്നു എന്നും നിസ്കാരത്തിൽ നിങ്ങൾ അവസാനം നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് 4 കാര്യത്തിൽ നിന്ന് അഭയം തേടണം. അതൊന്നും മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസയിൽ പങ്കെടുക്കുകയും ഖബറിന്റെ അരികെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് അവിടുത്തെ മണ്ണുകൾ പോലും കുതിരുമാര് പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ നിന്ന് കരയുകയും യാ യഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലുള്ള ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട്. ഇതേപോലുള്ള ഒരു വീട്ടിലേക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളിൽ നിന്നും എല്ലാവിധ ആർഭാടങ്ങളിൽ നിന്നും എല്ലാവിധ ആഗ്രഹങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഇതേപോലെയുള്ള ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ അരികെ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് ഉപദേശിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്തേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ. ആ വീട്ടിൽ താമസിക്കാതെ ഒരാൾക്കും മാറി നിൽക്കാൻ സാധ്യമാവുകയില്ല. എങ്ങനെ മരണപ്പെട്ടവരാകട്ടെ, അപകടത്തിൽ മരിച്ചാലും കടലിൽ മുങ്ങി മരിച്ചാലും കത്തിച്ചാമ്പലാക്കിയാലും ഒന്നും ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും കാണാമറയത്തായിരുന്നാലും അവൻ ഖബർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സത്യവിശ്വാസികളുടെ ഖബർ അത് സൗഖ്യമുള്ളതായിരിക്കുമെന്നും അവിടെ ആഹ്ലാദം നിറഞ്ഞതായിരിക്കുമെന്നും, എന്നാൽ അല്ലാഹുവിനെ ഭയപ്പെടാതെ താന്തോന്നികളായി തോന്നിവാസികളായി റഹ്മാനായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ നിന്ന് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരം ആളുകളുടെ ഖബർ ശിക്ഷയാണ് അവിടെ ആസ്വദിക്കേണ്ടി വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇന്ന് നമുക്കുണ്ട്. വേദനകൾ ഉണ്ടാകുമ്പോൾ അത് പങ്കുവെക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ സഹപാഠികളുണ്ട്, എല്ലാം നമുക്കുണ്ട്. ചൂട് വരുമ്പോൾ തണുപ്പിക്കാനുള്ള, തണുപ്പുണ്ടാകുമ്പോൾ ചൂട് വരുത്താനുള്ള സുഖ സൗകര്യങ്ങളുണ്ട്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇണയും തുണയും സന്താനങ്ങളും മാതാപിതാക്കളും കൂട്ടുകാരും സന്താനങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം നമുക്കിവിടെയുണ്ടെങ്കിൽ ആ 6 അടി ആഴമുള്ള ഖബറിൽ ഇതൊന്നും നമുക്ക് ഉണ്ടാവുകയില്ലെന്നും നമ്മുടെ ശരീരം മാത്രമാണ് അവിടെ ഉണ്ടാവുക, നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടാവുക, ഇരുട്ട് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന കൃത്യമായ ഒരു ചിന്ത എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയായിരുന്നു മഹാരഥന്മാരാകുന്ന ആളുകൾ ഖബറുകൾ കാണാത്ത ദിവസങ്ങളില്ല. അല്ലെ, ഇവിടെ നിന്ന് നാദാപുരത്തേക്കോ മറ്റോ യാത്ര പോകുമ്പോ നമ്മുടെ റോഡിന്റെ ഇരു സൈഡുകളിലും മറവിട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് ഖബറുകൾ കാണുമ്പോഴും പ്രിയപ്പെട്ടവരെ മനസ്സിൽ ചാഞ്ചാട്ടമില്ല. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിട്ട് വീടുന്നില്ലെങ്കിൽ
എനിക്കും നിങ്ങൾക്കും ആ ഖബറിന്റെ ഭയാനകതയെ കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുണ്ട്. നമുക്കറിയാം ആ 10 സ്വഹാബികളിൽ മൂന്നാമനാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. തന്റെ സമ്പത്ത് മുഴുവനും പരിശുദ്ധമായ ദീനിന് വേണ്ടി സംഭാവന ചെയ്ത, ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിട്ട് പോലും എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നത്, കാന ഉസ്മാൻ ഇദാ വഖഫ അലാ ഖബർ, ഒരു ഖബറിന്റെ അരികിലൂടെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നടന്നു പോവുകയാണെങ്കിൽ ബകാ ഹത്താ യബില്ല ലഹിയ, തന്റെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാറ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖബർ കണ്ടാൽ പൊട്ടിക്കരയാത്ത അദ്ദേഹത്തിന് നടന്നു നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് മഹാന്മാരാകുന്ന സ്വഹാബത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഫലാ തബ്ഖി വതബ്ഖി, ഇങ്ങനെ ഞങ്ങൾ കണ്ണ് കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താണ് ഈ ഖബറുക മാത്രം കാണുമ്പോൾ ഇങ്ങനെ കരയുന്നത് എന്ന ചോദ്യത്തിന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള വീട്ടിൽ നിന്ന് ആദ്യത്തെ വീട് ഖബറാണ്. ആ ഖബറിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ, ഖബറാകുന്ന മണ്ണറയിലെ ആദ്യ വീട്ടിൽ നിന്ന് ആ ആദ്യ രാത്രി ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ശേഷമുള്ളതെല്ലാം എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. പക്ഷേ അവിടെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് മറ്റുള്ളതെല്ലാം ഏറെ ഗൗരവമായിരിക്കും, ഭയാനകരമായിരിക്കും എന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സ്വഹാബത്തിനോട് പറഞ്ഞിട്ട് പിന്നീട് നബി തങ്ങൾ ഇവിടെ ഒരു ഹദീസ് ഓതി കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലൽ ഖബർ അഫ്ളഉ മിൻഹു, ഇത്രമാത്രം ഖബറിനേക്കാൾ ഭീകരമായ, ഖബറിനേക്കാൾ മോശമായ ശക്തമായ ഒരു ചാവളവും ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മുടെ കർമ്മങ്ങളെ ആ ഖബറിൽ നമുക്ക് തുണയുണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച ആ കർമ്മങ്ങളൊക്കെയും നമുക്ക് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെയും പ്രാർത്ഥനകളും കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച കാര്യങ്ങളുമൊക്കെയാണ് ആ ഖബറാകുന്ന മർസഖിയായ വീട്ടിലേക്ക് നമുക്ക് തുണയായി ഉണ്ടാവുക. അതുകൊണ്ട് അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ആ ഖബർ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ആ എത്രമാത്രം ശക്തമായ നാം സ്നേഹിച്ച പരിശുദ്ധമായ സൗന്ദര്യമുള്ള ശരീരമാണെങ്കിലും അവിടെ ചിതലുകളും പുഴുക്കളുമായിരിക്കും നമുക്ക് കൂട്ടായി ഉണ്ടാവുക എന്ന് മഹാനായ നബി തങ്ങളും അതേ പ്രകാരം കവികളും നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. അതേ പ്രകാരം ആ ഖബറിൽ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. നമ്മുടെ ശരീരം എത്ര പരിശുദ്ധമായി കൊണ്ട് നടന്നതാണെങ്കിലും എത്ര സുന്ദരമായി നാം വളർത്തിക്കൊണ്ടുവന്ന ശരീരവും ആറടിയായമുള്ള ഖബറിലേക്ക് നമ്മെ കൊണ്ടുപോയി വെച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിതലും പുഴുക്കളുമൊക്കെ അവർക്ക് ഭക്ഷണമാണ് നമ്മുടെ ശരീരം എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. ഏതൊരു സത്യവിശ്വാസിയാണെങ്കിലും ആ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ആ ഖബറിന് ഒരു ഇടുക്കമുണ്ടെന്ന അനുഭവിക്കേണ്ടവരാണ് ഞാൻ വലിയ വിശ്വാസിയാൻ, ഞാൻ നിസ്കരിച്ചവനാണ്, ഞാൻ തൗഹീദുള്ളവനാണെന്ന് പറഞ്ഞത് കൊണ്ട്
ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പ്രിയപ്പെട്ട പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നലിൽ ഖബറി വഅത, തീർച്ചയായും ഖബറിന് ഒരു ഇടുക്കലുണ്ട്, ഒരു ഞെരുക്കലുണ്ട് ഖബറിന്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലൗ കാന അഹദുൻ നാജിയം മിൻഹാ നജാ സഅദ് ഇബ്നു മുആദ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലോകത്ത് നിന്ന് ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് എന്ന സ്വഹാബിയാകുമായിരുന്നു. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലും ഖബർ ഞെരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സഅദ് ഇബ്നു മുആദ് എന്ന മഹാനായ സ്വഹാബിയുടെ മഹത്വം റസൂലുള്ളാഹി പറയാ, ഹാദല്ലദീ തഹറക ലഹുൽ അർശു, ആ സഅദ് ഇബ്നു മുആദിന് വേണ്ടിയാണ് സിംഹാസനം വിറകൊണ്ടത്. വഫതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടത് മഹാനായ സഅദ് ഇബ്നു മുആദിന്റെ ആ ആത്മാവിനെ സ്വീകരിക്കാനാണ്. വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 മലക്കുകളാണ്, 70,000 മലക്കുകളാണ് സഅദ് ഇബ്നു മുആദിന്റെ ജനാസയിൽ പങ്കെടുത്തത്, സാക്ഷിയായത്. എന്നിട്ട് പോലും ലഖദ് ദമ്മ, ആ ഖബർ മഹാനായ സഅദ് ഇബ്നു മുആദിനെ അങ്ങ് ഞെരുക്കിക്കളഞ്ഞു. എന്നിട്ട് സുമ്മ ഫുർരിജ അൻഹു, എന്നിട്ട് ഖബർ അങ്ങ് അഴിച്ചു വിടുകയാണ് ചെയ്തത്. സഅദ് ഇബ്നു മുആദിനെ പോലും ആ ഖബർ ഒന്ന് ഞെരുക്കിക്കളഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശുദ്ധമായ ആ ഖബറിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി വെച്ച് അവിടെയുള്ള ആ ഖബർ ജീവിതം സന്തോഷകരമാണെങ്കിൽ യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്ത ആളുകളുടെ ഖബർ വിശാലമാക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യുഫ്സഹു ലഹു ഫീ ഖബരിഹി 70 ദിറാഅ, തീർച്ചയായും വിശ്വാസികളുടെ ഖബറിനെ 70 മുഴം വിശാലമാക്കി കൊടുക്കുകയും അതേ പ്രകാരം വയുംലഉ അലൈഹി, അവന്റെ ഖബറിൽ അല്ലാഹു നിറക്കും ഖദറ, ഒരു പച്ചപ്പ്, ഒരു വല്ലാത്ത സൗന്ദര്യവും ആസ്വാദനങ്ങളും സത്യവിശ്വാസികളുടെ ഖബറിൽ അല്ലാഹു നിറച്ചു കൊടുക്കും. ഇലാ യൗമി യുബഅസൂന, അന്ത്യനാൾ വരെ അത് തുടരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് ആ ഖബർ വിശാലമാണെങ്കിൽ, അത് പ്രകാശപൂരിതമാണെങ്കിൽ, അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ദുൽമത്തുൻ അലാ അഹ്ലിഹാ, തീർച്ചയായും ഖബർ ഇരുട്ടറയാണ്, അത് അന്ധകാരമാണ് എന്ന് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിലും ഉണ്ട്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി വാചകങ്ങളെ കൊണ്ടും അതേ പ്രകാരം ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ആ ഖബർ ശിക്ഷയെ പോലും നിഷേധിക്കുന്ന ഹദീസ് നിഷേധികളാകുന്ന ആളുകൾ അതൊക്കെ വെറുതെ പറയുകയാണ്, വെറും തോന്നലുകൾ മാത്രമാണെന്ന് പറയുന്ന ആളുകൾ വർത്തമാന കാലഘട്ടത്തിലും ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം ആളുകളുടെ ആ വിശ്വാസങ്ങളിലേക്ക് പോകാതെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അദാബുൽ ഖബർ, ശിക്ഷയുണ്ട് എന്നത്. അവിടെ സൗഭാഗ്യമുണ്ട്, അവിടെ ആനന്ദമുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ നമുക്ക് കാണാം. സനുഅദ്ദിബുഹും മർറതൈൻ, വിശുദ്ധ ഖുർആൻ പറയുന്നത് സനുഅദ്ദിബുഹും, തീർച്ചയായും മനുഷ്യരെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. മർറതൈനി, 2 പ്രാവശ്യം ശിക്ഷിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആ 2 പ്രാവശ്യം ഏതാണ് എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്, ഒന്ന് ദുനിയാവിലെ വിവിധങ്ങളായ ശിക്ഷാമുറകളാണ്. ഒന്ന് 2 പ്രാവശ്യം ശിക്ഷിക്കും, ഒന്ന് ദുനിയാവിലെ ശിക്ഷയാണ്. രണ്ടാമത്തെ ശിക്ഷ ആ ദാറുൽ ബർസഖ്, ഖബർ ജീവിതത്തിലെ ശിക്ഷയാണ് എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, വേദനാജനകമായ ശിക്ഷയിലേക്ക് പിന്നീട് അവരെ മടക്കപ്പെടുമെന്ന് തുടർന്ന് അല്ലാഹു പറയുന്നു. അത് ഭയാനകരമായ നരക ശിക്ഷയാണ്. അപ്പോൾ ഖബർ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 101-ാമത്തെ ആയത്തിൽ അതേ പ്രകാരം ഫിർഔനിന്റെ ശിക്ഷയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വഹാഖ ബിആലി ഫിർഔന സൂഅൽ അദാബ്
ഭയാനകരമായ ശിക്ഷ. ആ ഫിർഔനെ ചെങ്കടലിൽ മുക്കി ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് അന്നാറു യുറദൂന അലൈഹാ ഉദുവൻ വഅശിയ, രാവിലെയും വൈകുന്നേരവും അവന് നരകം ഞാൻ പ്രദർശിപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവിടെയും മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നത് അത് ഖബറിൽ വെച്ചുകൊണ്ട് ആ അവിശ്വാസിയാകുന്ന ഈ ഫിർഔൻ അടക്കമുള്ള ആളുകൾക്ക് തീർച്ചയായും ആ നരകം പ്രദർശിപ്പിക്കപ്പെടും, അവരെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ലൗലാ അൻ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ, നിങ്ങൾ പരസ്പരം മറമാടുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പരസ്പരം കുടുംബങ്ങൾ ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിനോട് ഖബറിന്റെ ശിക്ഷ നിങ്ങളെ കേൾപ്പിക്കുവാൻ, അവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങളെ കേൾപ്പിക്കുവാൻ വേണ്ടി അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബർ ശിക്ഷയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ ഖബർ ശിക്ഷയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മനുഷ്യർ ഖബർ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും മനുഷ്യന് അവിശ്വാസികളാകുന്ന ആളുകൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് അട്ടഹസിക്കും. യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ വലൗ സമിഅൽ ഇൻസാനു ലസ്വയഖ, എല്ലാ ആളുകളും അത് എല്ലാ ജീവികളും എല്ലാ സൃഷ്ടികളും അത് കേൾക്കും. പക്ഷേ മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ ചുമലിൽ കൊണ്ടുപോകുന്നവരുടെ നിലവിളി അട്ടഹാസങ്ങൾ കേൾക്കാൻ കഴിയില്ല. വിശ്വാസിയാണെങ്കിൽ പോലും എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകൂ എന്നവർ പറയുന്നുണ്ട്. അത് കേൾക്കാനുള്ള കാത് നിങ്ങൾ മനുഷ്യരായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇല്ലാത്തത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അറിയുക, ആ മണ്ണറയിലേക്ക് പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. അവിടെ ഒരു ആദ്യ രാത്രി എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ആ ആദ്യ രാത്രിയിൽ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ പരലോക വിജയം നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന കൃത്യമായ ബോധത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ആ ഖബർ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, അത് പ്രകാശപൂരിതമാകുവാൻ വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുകയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ സന്തോഷപൂരിതമാകുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷപൂരിതമാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖബറിലേക്ക് നമ്മെ കൊണ്ടുപോയി വെച്ചാൽ നമ്മളൊക്കെ നേരിടേണ്ടി വരും. ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കും. ഉത്തരം നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവാണ് എന്ന് കാണാതെ പഠിച്ചത് കൊണ്ട് ഒരിക്കലും കാര്യമുണ്ടാവുകയില്ല. മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ നമുക്ക് കഴിയില്ല. മറിച്ച് ജീവിതം കൊണ്ട് തെളിയിക്കുകയും ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അത് ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഒരിക്കലും ശിർക്ക് വരാത്ത, അതേ പ്രകാരം ഹറാമുകൾ കലരാത്ത ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോൾ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബന്റെ നാഥനാണ്, എന്റെ അല്ലാഹുവാണെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയുള്ളൂ. ഏതാണ് നിന്റെ ദീൻ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിനെ പരിഹസിക്കുകയും ഇസ്ലാമിനെ ഇകഴ്ത്തുകയും ചെയ്താൽ ഒരിക്കലും നമുക്ക് എന്റെ മതം ഇസ്ലാമാണെന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുകയും ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ എന്റെ മതം ഇസ്ലാമാണ് എന്ന് പറയാൻ ആ ഖബറിൽ വെച്ചുകൊണ്ട് എനിക്ക് കഴിയുകയുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട അബൂജാഹിലിന് പോലും അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിനെ കാണാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം കേൾക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ആ ആഹ്
എന്റെ നഷ്ടമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖബറിൽ വെച്ച് അത്തരം ആളുകൾ വിലപിക്കുന്നത് നിബിസങ്ങളെ അറിയാത്തത് കൊണ്ടല്ല, കാണാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തിയെങ്കിൽ മാത്രമേ എന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവിടെ വെച്ചുകൊണ്ട് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കഴിയുകയുള്ളൂ. ആ ഖബറിൽ ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അള്ളാഹുവേ, മരിക്കുന്ന സമയം യഥാർത്ഥ മുഅ്മിനുകളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടുവാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ഏതെങ്കിലും ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ ആ ഖബർ ഞങ്ങൾക്ക് നീ വിശാലമാക്കി തരണം റഹ്മാനെ. ആ ഖബറിൽ ചോദ്യത്തിന് മറുപടി കൊടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, വിവിധങ്ങളായ പള്ളിപ്പറമ്പുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുണ്ട്. അള്ളാഹുവേ, അവരുടെ ഖബറിനെ നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബറുകളിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്കുള്ള കവാടം നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين.